യോഗ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തൊക്കെയാണത്? ഇത് നിങ്ങളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ഉൽപ്പാദനക്ഷമതയും കാര്യക്ഷമതയും നേടിത്തരികയും ചെയ്യും. നിങ്ങളുടെ ശാരീരിക ആരോഗ്യവും ജീവിതശൈലിയും മെച്ചപ്പെടുത്താനും സഹായിക്കും. അപ്പോൾ ഒരു അഡ്വാൻസ്ഡ് യോഗ ഡിപ്ലോമ കോഴ്സ് പഠിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടാകും എന്നറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എൻട്രിയുടെ അഡ്വാൻസ്ഡ് യോഗ ഡിപ്ലോമ കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ ആയുഷ് മന്ത്രാലയത്തിലെ യോഗ സർട്ടിഫിക്കേഷൻ ബോർഡിന്റെ അംഗീകാരത്തോടു കൂടി യോഗ അധ്യാപകരാകാം. അതുപോലെ ആയുഷ് വെൽനസ് ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്ക് പ്രാപ്തരാകാം. യോഗ അധ്യാപക പരിശീലന മേഖലയിലെ പ്രഗത്ഭർ ചേർന്നൊരുക്കുന്ന കോഴ്സിൽ ചേർന്ന് ഇനി നിങ്ങൾക്കും കേന്ദ്ര സർക്കാർ അംഗീകൃത അധ്യാപകരാവാം. ആയുഷ് വെൽനസ് സെന്റർ പോലെയുള്ള വിവിധ സർക്കാർ ജോലികൾക്ക് അപേക്ഷിക്കാം. ഈ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് യോഗ ക്ലാസുകൾ പഠിപ്പിക്കാനും അവബോധം പ്രചരിപ്പിക്കാനും കഴിയും. നിങ്ങൾക്ക് സ്വന്തമായൊരു യോഗ കേന്ദ്രമോ സ്റ്റുഡിയോയോ ആരംഭിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കോഴ്സ് ചെയ്യേണ്ടത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഇന്ത്യ ഗവൺമെന്റിന്റെ ആയുഷ് മന്ത്രാലയം നടത്തുന്ന യോഗ വെൽനസ് ഇൻസ്ട്രക്ടർ പരീക്ഷ എഴുതുവാൻ ഈ കോഴ്സ് നിങ്ങളെ പ്രാപ്തമാക്കുന്നു. യോഗയുടെ ജന്മനാടായ ഇന്ത്യയിൽ ഇതിനു മുമ്പ് യോഗ വിദ്യാഭ്യാസത്തിനായി ഒന്നും മാനദണ്ഡമായിരുന്നില്ല. അങ്ങനെ ഇന്ത്യയിലും ലോകമെമ്പാടും ഇതൊരു മാനദണ്ഡമായി മാറും. അതുകൊണ്ട് പ്രൊഫഷണലുകൾക്ക് ഇത് അത്യാവശ്യമാണ്. കൂടാതെ മറ്റു കോഴ്സുകളെ അപേക്ഷിച്ച് ഇത് കൂടുതൽ പ്രായോഗിക സമീപനം നൽകുന്നു. കൂടാതെ ഈ യോഗ വെൽനസ് ഇൻസ്ട്രക്ടർ സർട്ടിഫിക്കേഷൻ ഇതിനകം തന്നെ വിവിധ ജോലികളിൽ ബാധകമാണ്. അതുപോലെ മഹാമാരിക്ക് ശേഷം എല്ലാവരും തിരിച്ചറിഞ്ഞു ആരോഗ്യം എല്ലാത്തിനേക്കാളും പ്രധാനമാണെന്ന്. അതിനാൽ നിങ്ങൾക്ക് സന്തോഷകരവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കാനും മറ്റുള്ളവരെ അങ്ങനെ ചെയ്യാൻ സഹായിക്കാനും കഴിയും. അഡ്വാൻസ്ഡ് യോഗ കോഴ്സിന്റെ കാലാവധി 7 മാസമായിരിക്കും. 6 മാസത്തെ യോഗ TTC കോഴ്സിന് ശേഷം നിങ്ങൾക്ക് വെൽനസ് ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള ക്ലാസുകളായിരിക്കും ഉണ്ടാവുക. ഈ കോഴ്സ് പഠിക്കാൻ വേറെ പ്രത്യേക എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്നുമില്ല. ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ഓൾ കാൻഡിഡേറ്റ്സ്. ആകെ വേണ്ടത് കാൻഡിഡേറ്റ് 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ള കാര്യം മാത്രമാണ്. അല്ലെങ്കിൽ 10ാം ക്ലാസ് ഇക്വലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും എക്സാം പാസ്സായിരിക്കണം. പിന്നെ ഇത് പഠിക്കാൻ ഏജ് ലിമിറ്റ് ഇല്ല എന്നതും ഈ സർട്ടിഫിക്കേഷൻ്റെ ഒരു വലിയ സവിശേഷതയാണ്. പിന്നെ പാസ്സാകുന്ന കാൻഡിഡേറ്റ്സിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നൽകുന്നത്. തിയറി ആൻഡ് പ്രാക്ടിക്കൽ എക്സാംസ് രണ്ടും ഓൺലൈനായിട്ടായിരിക്കും നടത്തുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യൂ.